പോയിട്ട് വന്നു അല്ലേ? തായ്പേയ് മെഡലൊക്കെ ആയിട്ട് വന്നു. 2 മെഡൽ. വാർത്തകൾ നിറഞ്ഞു നിൽക്കാണല്ലോ. നമ്മുടെ സന്തോഷ് കുന്നത്ത് എന്ന് പറഞ്ഞ ആ സാറ് നല്ല വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സുപ്രഭാതത്തിലും മാധ്യമത്തിലും മനോരമയിലും ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോ ഇപ്പോഴെത്തിയത് 28-ന് എത്തി അല്ലേ? അപ്പൊ എത്തിയപ്പോ നാട്ടിൽ ഭയങ്കര സ്വീകരണമായിരിക്കും അല്ലേ? എയർപോർട്ടില് അവിടുത്തെ പിന്നെ അവിടെ നിന്ന് ട്രെയിനിൽ കയറി നമ്മൾ അവലോക്കോട് സ്റ്റേഷനിൽ വന്നിറങ്ങി ഹസ്ബൻഡ് പിക്ക് ചെയ്തു. ഞങ്ങൾ ഓട്ടോയിൽ പോന്നു. ഹസ്ബൻഡ് ഓട്ടോറിക്ഷയായിട്ട് വന്നു. കാർ എടുക്കാനുള്ള പൈസ ഇല്ലല്ലോ, ലോൺ എടുത്തിട്ടാണല്ലോ പോയത്. ഇതാണെങ്കിലും കുറച്ചൊക്കെ ആളുകളെ സഹായിച്ചു തോന്നുന്നു അല്ലേ? ആരാ മെയിൻ സഹായൊക്കെ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട TM ശശി അദ്ദേഹം. പിന്നെ ഭവദാസേട്ടൻ പിന്നെയോ? പിന്നെ കുറച്ചൊക്കെ ആൾക്കാരുടെ സുഹൃത്തുക്കളുടെ സന്തോഷ് കുന്നത്ത് അദ്ദേഹം നല്ല വാർത്തകളും കൊടുത്തു. അദ്ദേഹത്തിന്റെ ആ രീതിയിലും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ? അത് പോട്ടെ, അതിപ്പോ ഏതായാലും ഞാൻ സംസാരിക്കില്ല അതിനെ കുറിച്ച്. അതൊരു കടമയല്ലേ നിങ്ങൾക്ക്. ഏതായാലും പോവാനുള്ള ഒരു എന്തായാലും ഈ ഒരു ഏജില് നിങ്ങള് ഇന്റർനാഷണൽ മീറ്റ് എന്ന രീതിയിൽ തായ്പേയിൽ പോയിട്ട് 2 മെഡലും വാങ്ങിച്ചു വന്നിരിക്കും. എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു അവിടെ? 190 രാജ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ എത്ര? 131. പിന്നെ പല ഗെയിമിലായിട്ട് നമുക്ക് 190 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതില് അത്ലറ്റിക്സില് 2800 സംതിങ്ങോളം അത്ലറ്റുകൾ. നമ്മുടെ പിന്നെ നിങ്ങൾ എത്ര ഇവന്റ്സിൽ ചെയ്തു? ഞാൻ 5 ഇവന്റ്. ഒരു ഇവന്റ് എനിക്ക് ലെഫ്റ്റ് അടിക്കേണ്ടി വന്നു. സെയിം ടൈം ഹാൻഡ് ബോൾ ആയത് കാരണം 400. ബാക്കി 5 ഇവന്റ് ഇൻഡിവിജ്വൽ ഇവന്റ് ചെയ്തതിൽ 2 400 ചെയ്യാൻ പറ്റിയില്ല. അതേ സമയത്ത് വേറെ ഹാൻഡ്ബോളിലും കോമ്പറ്റ് ചെയ്യാൻ പോയി. പക്ഷെ അതിലെത്ര? 5ാം സ്ഥാനം. വാർത്തകളിൽ കണ്ട 5ാം സ്ഥാനം. 6ാം സ്ഥാനം വന്നു. 800 മീറ്റർ 5ാം സ്ഥാനം. 80 മീറ്റർ ഹഡില് 5. ട്രിപ്പിൾ ജമ്പ് ബ്രോൺസ്. 400 മീറ്റർ ട്രിപ്പിൾ ജമ്പും 400 മീറ്റർ ഹഡിലുമാണ് നിങ്ങൾക്ക് ബ്രോൺസ് മെഡൽ നേടുന്നത്. ഇന്റർനാഷണൽ മീറ്റില് ബ്രോൺസ് മെഡലും സിൽവർ മെഡലും ഗോൾഡ് മെഡലും വലിയ വ്യത്യാസമൊന്നുമില്ല ടൈമില്. സെക്കൻഡുകളുടെ വ്യത്യാസമില്ല. സെക്കൻഡുകളുടെ വ്യത്യാസം. അല്ല, നിങ്ങൾക്ക് പ്രാക്ടീസിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവല്ലേ ഇവിടെ? അല്ലെങ്കിൽ ആരോ പറഞ്ഞു നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ ശിവാസൻ? എന്റെ ചെറുപ്പം മുതലുള്ള ഒരു അംബിഷൻ എന്ന് പറയുമ്പോ ഇന്റർനാഷണൽ പോണെന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സൗത്ത് കൊറിയ പോയിട്ട് ഏഷ്യൻ മീറ്റ് ആയിരുന്നു. അതിലേക്ക് മേലെ വേൾഡ് മീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അതിലൊരു മെഡല് വരിക എന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര സന്തോഷം. അത് ഞാന് നന്നായി. എന്തായാലും നമ്മുടെ നാട്ടുകാര് നല്ല മനുഷ്യരാണ്. അവരുടെയൊക്കെ സഹകരണം കൊണ്ടാണ് കുറച്ചൊക്കെ സാമ്പത്തിക സഹായം കിട്ടിയത്. എത്ര ആണെങ്കിലും അത് വലിയ കാര്യമാണല്ലോ. ഭവദാസേട്ടൻ, നമ്മുടെ ശശിയും, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വിദേശത്തുള്ള ജയശങ്കർ, മണികണ്ഠൻ, ബാംഗ്ലൂരുള്ള ആള് മാണിക്കൻ, അതുപോലെ ജയരാജ് പോലുള്ള കുറെ ആളുകള്, എല്ലാവരുടെയും പേര് പറയുന്നത് ശരിയാണ്. അപ്പോ അങ്ങനെ ആൾക്കാര് സഹായിച്ചിട്ടുണ്ടല്ലോ. നമുക്കെന്തായാലും അവർക്കൊക്കെ കാണാൻ വേണ്ടിട്ട് ആ മെഡലൊന്ന് കാണിച്ചു കൊടുത്താലോ? നമുക്കിപ്പോ വന്നു അനുമോദനങ്ങളൊക്കെ കിട്ടിയാ നമ്മുടെ നാട്ടിൽ നിന്ന്? അല്ലെങ്കിൽ സംഘടനകളൊക്കെ തന്നാ? ഇല്ല സാർ, എത്ര ദിവസമായിട്ട് ഒന്നും വന്നിട്ടില്ല. പക്ഷേ അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. ഈ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റ് എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക അവരില്ലേ? അപ്പൊ ഇതുവരെയായിട്ട് പിന്നെ രാഷ്ട്രീയ സംഘടനകള്, സാമുദായിക സംഘടനകള്, അതുപോലെ തന്നെ മറ്റുള്ള പൊതു സാമൂഹ്യ സംഘടനകളൊന്നും വിളിച്ചിട്ട് ഒരു അഭിനന്ദനം തന്നിട്ടില്ല. അത് ആഗ്രഹിച്ചിട്ടല്ല പോയത്. എന്റെ ഒരു വലിയ അംബീഷൻ ഒരു വേൾഡ് മാസ്റ്റേഴ്സിൽ പങ്കെടുക്കാന്നുള്ളതാണ്. അത് ഞാൻ സാധിച്ചു. അതിൽ 2 മെഡലും മേടിച്ചു. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ബാക്കി തരാതിരിക്കുക ചെയ്യട്ടെ അല്ലേ? എന്താണെങ്കിലും നമ്മുടെ സമൂഹത്തിലെ കുറെ ആളുകള് ഒരു നല്ല കാര്യം കാണുമ്പോൾ അഭിനന്ദിക്കേണ്ടതാണ്. ഇനിയിപ്പോ ഞാൻ അതിൽ എന്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല.
ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലരൊക്കെ അഭിനന്ദിക്കാൻ മുന്നോട്ട് വരും. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. മാൻ വാല്യൂ സ്റ്റോൺ വാല്യൂ എന്നൊക്കെ പറയും. നമ്മള് തമാശക്ക് പറയില്ല, ആളുവില കല്ലുവില എന്ന്. എന്തായാലും നമ്മൾക്ക് ആരെയും കുറ്റപ്പെടുത്തണ്ട. ഇന്നലെ നാളെ അവരാരെങ്കിലും നിങ്ങൾ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയായിരിക്കും എന്ന് വിചാരിക്കാം. അനുമോദനം തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. കാരണം ഇന്റർനാഷണൽ മീറ്റിൽ 190 രാജ്യങ്ങൾ പങ്കെടുത്തിട്ട് അതിൽ ഇന്ത്യക്ക് വേണ്ടി 2 ബ്രോൺസ് മെഡൽ വാങ്ങിച്ച ഒരു മാഡത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. നാളെ പ്രതീക്ഷിക്കാം. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിലെ വേറെ മറ്റു ജില്ലകളിലുള്ള ആളുകൾക്കൊക്കെ സ്വീകരണം കൊടുത്തോ? അവരൊക്കെ എയർപോർട്ടിൽ നല്ല സ്വീകരണമായിരുന്നു. എറണാകുളം, വയനാട്ടിലെ കുട്ടികൾക്കെല്ലാം നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. പോവാനും അതേപോലെ സപ്പോർട്ടിംഗ് ആയിരുന്നു. ഫണ്ടാണെങ്കിലും അതേപോലെ വന്നതിന് ശേഷവും അവർക്ക് നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു അവിടുത്തെ ജനങ്ങള്. പക്ഷെ നമ്മളുടെ ഇന്ന് ഇവിടെ പാലക്കാട് 4 പേര് പങ്കെടുത്തു. ആരെയും അറിയത്തില്ല. നമുക്ക് 5 മെഡലുകൾ കിട്ടി. 2 മെഡൽ, 2 ബ്രോൺസ്, 1 ഗോൾഡ്, 2 സിൽവർ. പക്ഷെ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ആർക്കും ഒരു പൊതു സ്വീകരണം എന്ന് പറഞ്ഞൊന്നും ആരും ചെയ്തില്ല. പൊതുസംഘടനകളും സ്പോർട്സ് സംഘടനകളും ഞാൻ ചെയ്തിട്ടില്ല. മാസ്റ്റേഴ്സ് മീറ്റിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല അവരൊന്നും. ഇതൊക്കെ എന്ത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? എന്നെ ഈ വേൾഡ് മീറ്റിന് പോകാൻ കുറെ പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ അവർക്ക് വേണ്ടി ഈ മെഡൽ സമർപ്പിക്കുന്നു. കാരണം അവരുടെ മനസ്സുകൊണ്ടാണല്ലോ ഞാൻ പോയത്. കുറെ പേര് എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്ക് ഈ മീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിലൊരു മെഡൽ മേടിക്കുക എന്നുള്ളതാണ്, എനിക്ക് അവർക്ക് വേണ്ടി ഒരു മെഡൽ മേടിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അവിടുത്തെ മൈൻഡ്. അത് നേടിയെടുത്തു അല്ലേ? ഇനിയും കടങ്ങൾ ബാക്കിയുണ്ടെങ്കിലും അല്ലേ? ഇനി നമ്മ ഓരോ വർഷം പോകുന്നതോറും കടങ്ങൾ കൂടുതലാണ്ട് അറിയില്ല. ഏതായാലും കടങ്ങളൊക്കെ വീഴട്ടെ. ഈ കാര്യത്തില് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള സന്തോഷ് സാറ്, അതുപോലെ തന്നെ നല്ല വാർത്തകൾ കൊടുത്ത് ബാക്കി എല്ലാവർക്കും ഞാനും കൂടി അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. എന്തായാലും അവർക്ക് നന്ദി. അല്ലേ? റൈറ്റ്.